ഇന്നത്തെ വീഡിയോ ഓടപ്പഴം എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ കേരളത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഓടപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിനിമ നടനായിരുന്ന കലാഭവൻ മണി ഏറെ അറിയപ്പെട്ടിരുന്നത് ഈ ഓടപ്പഴത്തിൻ്റെ പേരിലാണ്. ഓടപ്പഴം എന്ന് പറയുന്ന ഒരു പാട്ട്, ഓടപ്പഴം പോലെ ഒരു പെണ്ണ് എന്നുള്ള പാട്ട് കൊച്ചുകുട്ടികളുടെ ചുണ്ടിൽ കൂടി കേരളക്കരയിൽ ഇങ്ങനെ പാടി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നട്ട് വളർത്തി ഇതിൻ്റെ കായ ഒരു 5 വർഷമായി ഇത് കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കായ എടുത്ത് അതിൽ നിന്ന് എണ്ണ എടുത്തിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് പക്ഷികൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ കൂടുതൽ വളർത്തുന്നത്. പിന്നെ ഇതിൻ്റെ കായയ്ക്ക് ഒരു ചവർപ്പ് രുചിയാണുള്ളത്. അത് നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ കഴിച്ചിരുന്നു, കുട്ടികളൊക്കെ കഴിച്ചിരുന്നു. ഇപ്പോൾ ആരും തന്നെ അത് കഴിക്കാറില്ല എന്നുള്ളതാണ്. ചവർപ്പ് ആണ് ഇതിനകത്തുള്ളത്. പഴുത്ത് നിൽക്കുന്നതും ആയുള്ള കായ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇത് കായ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കായ ഉണ്ടാകുന്ന മാർച്ച് ഏപ്രിലോടുകൂടി ഇതിൻ്റെ കായ അവസാനിക്കും. ഒരു വള്ളിയാണ് അതിലുണ്ടാവുക. ആ വള്ളിയിൽ ആണ് നിറയെ കായകൾ ഉണ്ടാവുക. ഈ വള്ളിയിൽ പൂവുണ്ടാവും, അതുപോലെ കായ ഉണ്ടാവും. പിന്നെ ആ വള്ളി പിന്നത്തെ വർഷത്തേക്ക് അത് നശിച്ചു പോവും. തടിയിൽ നിന്നാണ് ഈ വള്ളി ഉണ്ടാകുന്നത്. അപ്പോൾ ഓടപ്പഴത്തിൻ്റെ വള്ളി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ആനയെ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വള്ളി എടുത്ത് ചതച്ച് ചങ്ങലയില്ലാത്ത കാലങ്ങളിൽ ഇത് വള്ളിയായിട്ട് ആനയെ കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അത് എവിടെയെങ്കിലും ഒരു മരത്തിൽ കെട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിൻ്റെ അടുത്ത് നട്ട് കഴിഞ്ഞാൽ അത് മരത്തിനെ ചുറ്റി വളഞ്ഞ് മുകളിലോട്ട് കയറിപ്പോവും. ഇതിന് മെയിനായിട്ട് തിന്നുന്ന പക്ഷിയല്ല, മൃഗം മരപ്പട്ടി എന്ന് പറയുന്ന ഇതാണ്. അത് മരപ്പട്ടിക്ക് ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഇത്. പിന്നെ ഇത് കൂടാതെ കൊണ്ട് ഓടത്തെണ്ണ എന്ന് പറയുന്ന ഒരു എണ്ണയുണ്ട്. ആ എണ്ണ ആറന്മുള വള്ളംകളിക്ക് പുതുതായിട്ടൊരു വള്ളാറ്റിലിറങ്ങുന്ന സമയത്ത് അതിൽ എണ്ണ ഇടുന്നത് ഈ ആറന്മുള വള്ളംകളിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഓടത്തെണ്ണ. ഇതിൻ്റെ കുരു എടുത്ത് അതിൽ നിന്ന് എണ്ണ എടുത്ത് ആ എണ്ണയാണ് ഈ ഓടത്തിനിടുന്നത്. പുതിയ വള്ളാറ്റിലിറക്കുമ്പോൾ അതിന് എണ്ണ ഇടണം. അത് ഓടത്തെണ്ണ എന്ന് പറയുന്നത് ഈ ഓടത്തിൻ്റെ കായിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഇതിന് മാർക്കറ്റിൽ 6000 ഉറുപ്പ്യ വരെ വിലയുണ്ട് ഇതിൻ്റെ എണ്ണയ്ക്ക്. എണ്ണ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ കുരു എടുത്ത് ഉണക്കി മില്ലിൽ കൊടുത്ത് എണ്ണ എടുക്കാം. പിന്നെ ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലയും ഇതേമാതിരി ഔഷധമായിട്ട് പല ഇതിനും ഉപയോഗിക്കുന്നുണ്ട് ഓടത്തിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കായ കുഴിച്ചിട്ട് തൈ ഉണ്ടാക്കാം. 5 വർഷം കഴിഞ്ഞാൽ കായ ഉണ്ടാവും. പലരും പറയാറുണ്ട് 25 വർഷമാവുന്നു. 25 വർഷമൊന്നും വേണ്ട, വെറും 5 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവും. ഇവിടെ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഈ ഓടപ്പഴത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് 1-2 തവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ കൊണ്ട് ഇതിൻ്റെ കുരു പലരും ആവശ്യപ്പെട്ടിട്ട് ഓൺലൈനായിട്ട് ഇത് അയച്ചു കൊടുത്ത് അവർ നട്ട് വളർത്തി കായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പലർക്കും ഈ 5-6 വർഷത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതിൻ്റെ തൈ ഉണ്ടാവുന്നതും ഇതുണ്ടാവുന്നതെല്ലാം ഞാൻ ഇത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ തടി വള്ളിയായിട്ട് മുകളിലേക്ക് പോകുന്നതും പുതിയ തൈ തട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ഒരു നട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി തൈ ഉണ്ടാവും. ഈ തൈയിൻ്റെ നടുവിൽ നിന്ന് ഇതേമാതിരി ഒരു വള്ളിയായിട്ട് മുകളിലോട്ട്, ഈ വള്ളിയാണ് മരത്തിലോട്ട് കയറി പോകുന്നത്. ആ വള്ളിയിൽ നിന്നാണ് ഈ ഓടപ്പഴം എന്ന് പറയുന്ന കായ ഉണ്ടാവുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇതിൻ്റെ കായ കൊണ്ടുപോയി അവർ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വർഷം ഞാൻ അതിൻ്റെ കുരു എടുത്ത് പലർക്കും അയച്ചും കൊടുക്കാറുണ്ട്. അപ്പോൾ ഓടപ്പഴം എന്ന് പറയുന്നത് കാണാത്തവർക്ക് ഇപ്പോൾ ഒരു വീഡിയോ വഴി കാണാനും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് തരാനും സാധിച്ചതിൽ സന്തോഷം. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ പുതുതായിട്ടുള്ള ചാനലിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കുക. പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം. നന്ദി, നമസ്കാരം.